ഭിന്നശേഷിക്കാർക്കും 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും വീട്ടിൽ നിന്ന് വോട്ട് ചെയ്യാൻ അവസരം നൽകുന്ന ഹോം വോട്ടിംഗ് സംവിധാനത്തിന് ജില്ലയിൽ തുടക്കമായി. കോഴിക്കോട് ജില്ലയിൽ ഹോം വോട്ടിംഗിന്റെ ആദ്യ ദിനം വീട്ടിൽ വോട്ട് ചെയ്തത് 1435 പേരാണ്. കോഴിക്കോട് ലോക്സഭാ പരിധിയിൽ 481 പേരും വടകര ലോക്സഭാ പരിധിയിൽ 954 പേരുമാണ് വോട്ട് ചെയ്തത്. വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട കണ്ണൂർ ജില്ലയിലെ താമരശ്ശേരി, കൂത്തുപറമ്പ് നിയോജക മണ്ഡലങ്ങളിലായി 363 പേർ വീട്ടിൽ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. ഇതുകൂടി ചേർത്ത് ജില്ലയിലാകെ 1798 പേർ വീട്ടിൽ വോട്ട് ചെയ്തു. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ വീട്ടിൽ വോട്ട് ചെയ്ത 481 പേരിൽ 353 പേർ 85-ന് മുകളിൽ പ്രായമായവരും 128 പേർ ഭിന്നശേഷിക്കാരുമാണ്. ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഹോം വോട്ടിംഗിനായി നിയോഗിച്ച ഉദ്യോഗസ്ഥ സംഘങ്ങൾ നേരത്തെ അപേക്ഷ നൽകി അർഹരായ വോട്ടർമാരുടെ വീടുകളിലെത്തിയാണ് വോട്ട് ചെയ്യിപ്പിച്ചത്. സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ, മൈക്രോ ഒബ്സർവർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ, വീഡിയോഗ്രാഫർ, BLO എന്നിവരടങ്ങുന്ന ഉദ്യോഗസ്ഥ സംഘമാണ് വോട്ടിംഗിനായി വീടുകളിലെത്തിയത്. ഇനിയുള്ള 3 ദിവസങ്ങൾ കൂടിയാണ് ഹോം വോട്ടിംഗിന് പൂർത്തിയാക്കാൻ ബാക്കിയുള്ളത്. മുൻകൂട്ടി അറിയിച്ച് വീടുകളിലെത്തുന്ന സംഘം വോട്ടിംഗിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്തി വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യം ഉൾപ്പെടെ ഒരുക്കിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഒരു സംഘം ഓരോ ദിവസവും ശരാശരി 20 മുതൽ 25 വരെ വോട്ടർമാരുടെ വീട്ടിലെത്തി വോട്ടുകൾ രേഖപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നത്. നേരത്തെ അസന്നിഹിത വോട്ടർ വിഭാഗക്കാർക്കുള്ള നിശ്ചിത ഫോമിൽ പോസ്റ്റൽ വോട്ടിനായി അപേക്ഷ നൽകിയവരിൽ അർഹതയുള്ളവർക്കാണ് വീട്ടിൽ നിന്ന് വോട്ട് ചെയ്യാൻ അവസരമുള്ളത്. ജില്ലയിൽ ഹോം വോട്ടിങ്ങിനായി അർഹത നേടിയ 4873 ഭിന്നശേഷിക്കാരും 85-ന് മുകളിൽ പ്രായമുള്ള 10,531 പേരുമാണ് ഉള്ളത്. ഇവരുടെ വീടുകളിൽ ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളിലായി പോളിംഗ് ഉദ്യോഗസ്ഥരുടെ സംഘം പ്രത്യേക വാഹനങ്ങളിലെത്തും. പൂർത്തിയായില്ലെങ്കിൽ തീയതി നീട്ടുമെന്ന് തിരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ ശീതൽ G. മോഹൻ അറിയിച്ചു. അപേക്ഷ നൽകാത്ത ഭിന്നശേഷിക്കാർക്കും 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും ഏപ്രിൽ 26-ന് വോട്ട് രേഖപ്പെടുത്താൻ വോട്ടെടുപ്പ് കേന്ദ്രത്തിലും സാധിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.